ഈ ആഴ്ചയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. മലയാളത്തിൽ അതിമനോഹരമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള അഭിനേത്രിമാർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമകൾ ഒരു മത്സരത്തിനെന്ന പോലെ എത്തുന്നു എന്നുള്ളതാണ്. ഈ ആഴ്ച റിലീസാവാൻ പോകുന്ന എല്ലാ സിനിമകളുടെയും എന്ന് വെച്ചാൽ ഭാഷാഭേദമന്യേ ബുക്ക് മൈ ഷോയിൽ ഈ ആഴ്ച റിലീസിനെത്തുന്നു എന്ന് പറയുന്ന സിനിമകളുടെ എല്ലാത്തിൻ്റെയും ട്രെയിലറുകൾ കുത്തിയിരുന്ന് കണ്ടതിന് ശേഷം എനിക്ക് കണ്ടാൽ കൊള്ളാം എന്ന് തോന്നിയ സിനിമകളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ആ സിനിമ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല, ഈ സിനിമ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തി ഇല്ലെന്നാണ് ഞാൻ പറയുക. കാരണം എനിക്ക് കാണണം എന്ന് ഫീൽ ചെയ്തിട്ടുള്ള ട്രെയിലർ കണ്ടപ്പോൾ വളരെ ഇമ്പ്രസീവായി തോന്നിയ സിനിമകളെക്കുറിച്ചാണ് നമ്മളിതിൽ സംസാരിക്കുക. അങ്ങനെ അല്ലാത്ത ഒന്ന് രണ്ട് സിനിമകളെക്കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഈ ആഴ്ച ഞാൻ കാണാൻ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ ഫൂട്ടേജ് എന്ന സിനിമയാണ്. ഈ സിനിമയിൽ മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ വിശാഖ് നായർ, ഗായത്രി അശോക് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ഇതിൻ്റെ ട്രെയിലർ ഞാൻ തിയേറ്ററിൽ ഓൾറെഡി കണ്ടതാണ്. അതുകൊണ്ടാണ് ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയത്. ഞാനിത് ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിലെ ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ സംവിധായകനാണ്. സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്നു. അദ്ദേഹം കുമ്പളങ്ങി നൈറ്റ്സും മായാനദി, മഹേഷിൻ്റെ പ്രതികാരമൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നന്നായി എഡിറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരുത്തൻ സിനിമ ചെയ്തു കഴിഞ്ഞാൽ അത് ഗംഭീരമായിരിക്കും എന്നാണ്. കാരണം അയാൾക്കറിയാം എന്താണ് ഔട്ട്പുട്ട് വേണ്ടത്. ഒരു പക്ഷേ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇയാൾക്ക് കൃത്യമായ ധാരണ ഒരു സംവിധായകൻ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും. ഒരു ഫ്രെയിം വെക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ്ട്രാ ഷോട്ടുകളൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഇതിങ്ങനെ കൂടി വരികയാണെങ്കിൽ എഡിറ്റിംഗ് സമയത്ത് നമുക്ക് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്ന പോലത്തെ ആ തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ. പലപ്പോഴും പല വലിയ ഫിലിം മേക്കേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട് എഡിറ്റിംഗ് ടേബിളിലാണ് സിനിമ ജനിക്കുന്നതെന്ന്. ചിലപ്പോൾ സിനിമ മാറിപ്പോവുക വരെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണത്. അപ്പോൾ അങ്ങനത്തെ അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു സംഭവം കൈകാര്യം ചെയ്യുന്ന ഒരാൾ സംവിധാനം എന്ന് പറയുന്ന വളരെ ശക്തമായൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ആ സിനിമ വളരെ പവർഫുൾ ആയിരിക്കും തോന്നുന്നു. മാത്രമല്ല ഇതിൻ്റെ ട്രെയിലർ കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ പറയുന്ന എഡിറ്റിങ്ങിന് വളരെയധികം സാധ്യതകളുള്ള ഒരു സിനിമയായിട്ടാണ്. ഒരു ഫുട്ടേജ് കിട്ടുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ. മാത്രമല്ല ഇതിൽ വിഷ്വൽ നമ്മൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ നേരെ കാണുന്നതുകൊണ്ട് വേറെ ഡിവൈസുകളിലൂടെ വരുന്നതുകൊണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചേർത്തുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ഞാൻ ഒരു നല്ല വിഷ്വൽ എക്സ്പെരിമെൻ്റ് ആയിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ഫുട്ടേജ്. രണ്ടാമത്തെ സിനിമ ഇത് ലിസ്റ്റിൽ ഫസ്റ്റ് വന്നേ ഉള്ളൂ. ഞാൻ ഓൾമോസ്റ്റ് അവസാനം കാണാൻ വെച്ചിരിക്കുന്ന സിനിമകളിൽ ഒന്നാണിത്. താനാര എന്ന സിനിമയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണനും ഷൈൻ ടോം ചാക്കോയും അജു വർഗീസും ചിന്നു ചാന്ദിനിയൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ട്രെയിലർ അവർ തമാശയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന ഫീലാണ് എനിക്ക് തന്നത്. പക്ഷേ എനിക്ക് അത്ര തമാശയായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഷൈൻ്റെ ഒക്കെ ആണെങ്കിലും നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടേയിരിക്കുന്ന ആ ഇൻ്റർവ്യൂ പെർഫോമൻസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയൊക്കെയാണ് തോന്നിയത്. പക്ഷേ ട്രെയിലർ കണ്ടിട്ട് നമ്മൾ സിനിമ ഇങ്ങനെ ആയിരിക്കും എന്ന് വിധിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എന്തായാലും സിനിമ ഞാനൊന്ന് കണ്ടു നോക്കും. പക്ഷേ അതിനും ടോപ്പ് പൊസിഷനിൽ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്ന മറ്റ് സിനിമകൾ ഈ ആഴ്ച വരുന്നുണ്ട്. മൂന്നാമത്തെ സിനിമ പാലും പഴവും എന്ന സിനിമയാണ്. മീര ജാസ്മിനാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ. അശ്വിൻ ജോസാണ് മീര ജാസ്മിൻ്റെ പെയറായിട്ട് ഈ സിനിമയിൽ വരുന്നത്. പുള്ളി ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള സിനിമകളിലും അത്യാവശ്യം പൊട്ടൻഷ്യലുള്ള ഒരു ആർട്ടിസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ലാസ്റ്റ് ഗൗരി കിഷാനും ഗൗതം വാസുദേവനൊക്കെ ആയിട്ടൊരു പടം കണ്ടിട്ടുണ്ടായിരുന്നു. അതിലെവിടെയോ ഒരു ദിലീപ് ഇമിറ്റേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാൾ വളരെ പൊട്ടൻഷ്യലുള്ള ഒരാളാണ്. ഹ്യൂമർ നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു മെയ്വഴക്കം നമുക്ക് ഫീൽ ചെയ്യും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ. ആൻഡ് ഈ സിനിമ അത് ഒരുപാട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണെന്ന് തോന്നി. ട്രെയിലർ വളരെ രസമായിട്ടാണ് പോകുന്നത്. VKP ആണ് സംവിധായകൻ. അപ്പോൾ കുറച്ച് ഡിഫറെൻറ്റ് പരിപാടിയൊക്കെ ആയിരിക്കാം. പക്ഷേ ഫേസ്ബുക്കിലൂടെയുള്ള പ്രണയം കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പഴയ അല്ലെങ്കിൽ കുറച്ച് പുറകോട്ട് നിൽക്കുന്ന ഒരു സംഭവമായിട്ട് തോന്നി. കാര്യം ആളുകൾ ഫേസ്ബുക്കിൽ നിന്ന് മാറി ഇൻസ്റ്റാഗ്രാമിൽ നിന്നും വളർന്ന് അവിടുന്ന് വേറെ പല ആപ്പുകളിലേക്ക് എത്തി നിൽക്കുകയാണ്. ആൻഡ് ഗോപി സുന്ദറിൻ്റെ മ്യൂസിക് എനിക്ക് അത്യാവശ്യം രസമായിട്ട് തോന്നി. ട്രെയിലറിൽ അവർ ആ മിക്സ് ചെയ്തിരിക്കുന്ന മ്യൂസിക്കും അതിൻ്റെ കട്ട്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം രസകരമായ ഒരു സിനിമയായിരിക്കാം എന്ന പ്രതീക്ഷ ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഫേസ്ബുക്ക് പ്രണയവും അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു 30+ ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാനുള്ള എലമെൻറ്റുകൾ ഉണ്ടാവുമെന്ന് തോന്നുന്നു. പക്ഷേ പാലും പഴവും എൻ്റെ സെക്കൻഡ് ചോയ്സ് ആയിട്ടുള്ള സിനിമയല്ല. അതിനു മുമ്പ് ഞാൻ കാണാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സിനിമ, ബുക്ക് ചെയ്തിട്ടുള്ളൊരു സിനിമ ഹണ്ട് എന്ന സിനിമയാണ്. ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന സിനിമ. അത് പറയുമ്പോൾ നമ്മൾ ഒരു നായകൻ ഇടിപ്പടം എന്നൊക്കെ ചിലപ്പോൾ പ്രതീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഭാവന കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സിനിമയാണ്. എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, അവിടെ ഉണ്ടാകുന്ന ക്രൈം, അതിനെ തുടർന്നുള്ള അന്വേഷണം, ഇതിനിടയ്ക്ക് ആത്മാവ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അത്യാവശ്യം രസമായിരിക്കും തോന്നുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് മോശമാക്കില്ല എന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അതിനകത്ത് മറ്റേ ലാല എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഉണ്ടല്ലോ, ഈ അടുത്ത കാലങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള മേർഡർ മിസ്റ്ററി അല്ലെങ്കിൽ പ്രേതാത്മാവിൻ്റെ സാന്നിധ്യം, സീരിയൽ കില്ലർ, ഇതൊക്കെ വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റേ ഒരു കൊച്ചുകുട്ടി ലാല എന്ന് പറഞ്ഞു പോകുന്ന ആ ട്രാക്ക് അത് ഇതിനകത്തും ഉണ്ടായിരുന്നു. കൈലാസ് മേനോനാണ് സംഗീതം. പക്ഷെ അതൊരു കുഞ്ഞു ബിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഇടയിൽ പ്രിയങ്ക നായരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കൂടുതലും പുതുമുഖങ്ങളാണ് എന്നെനിക്ക് ഫീൽ ചെയ്തൊരു സിനിമയുടെ ട്രെയിലർ ഉണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ചില കന്നഡ സിനിമകൾ, അതായത് കന്നഡയിലെ മെയിൻ ലീഡ് ആർട്ടിസ്റ്റുകൾ അവർ വന്ന് ചെയ്യുന്ന സിനിമ എന്നുള്ളതല്ല,
കുറേ കുഞ്ഞു കുഞ്ഞു പടങ്ങൾ കന്നഡയിൽ ഇറങ്ങാറുണ്ട്. ഞാനത് ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ കുറേ കൾച്ചറൽ സാധനങ്ങളൊക്കെ ആയിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അവരുടെ വീടുകൾ നോക്കിയാൽ നമ്മുടെ പഴയ തറവാട് വീടുകൾ എന്നൊക്കെ പറയുന്ന പോലത്തെ ആയിരിക്കും. അതുപോലെ അവിടുത്തെ വിശ്വാസങ്ങളും കാര്യങ്ങളും നമ്മുടെ തെയ്യവും അതുപോലുള്ള കുറേ കാര്യങ്ങളായിട്ട് കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മുൻപ് കണ്ട ഏതൊക്കെയോ സിനിമകളൊക്കെ ആയിട്ട് ഇതിനൊരു കണക്ഷൻ ഫീൽ ചെയ്തു. അതായത് കന്നഡയിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സിനിമകൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് പലരും ചെയ്യുന്ന ആ ഒരു സിനിമയുടെയൊക്കെ അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന പോലത്തെ ഒരു വിഷ്വൽ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു. കർണിക എന്നാണ് സിനിമയുടെ പേര്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം പ്രോമിസിംഗ് ആയിട്ട് തോന്നി. എന്ന് വെച്ചാൽ ഇതൊരു ഗംഭീര സിനിമയായിരിക്കും, അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് എന്നൊക്കെ പറയുന്ന പോലെയല്ല, അവരൊരു നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫീല് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ ഉണ്ട്. അപ്പോൾ ഒരു പ്രോത്സാഹിപ്പിക്കബിൾ അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനൊരു പക്ഷേ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളിലൊന്നാണത്. മറ്റൊരു ഇംഗ്ലീഷ് സിനിമ അത് ഏലിയൻ റോമുലസ് എന്ന് പറയുന്ന സിനിമയാണ്. ഏലിയൻ ഫിലിം ഫ്രാഞ്ചൈസിയിലെ ഒരു പടമാണ്. അത്യാവശ്യം അന്യഗ്രഹ ജീവികൾ സാധനങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള, ഇതിൻ്റെ ഫ്രാഞ്ചൈസിയിലെ മറ്റ് സിനിമകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പോലും കാണാൻ പറ്റുന്ന സിനിമയാണ്. അതായത് ഈ തുടർച്ചയായിട്ട് അവരിതാണ് ഇതിങ്ങനെയാണ് എന്ന് പറയുന്ന അത്രയും ആവശ്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവിൾ ഡെഡും ഡോൺ ബ്രീത്തും ഒക്കെ എടുത്തിട്ടുള്ള സംവിധായകൻ ഫെഡറിക്കോ ആൽവരാസ്, അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. എനിക്ക് അത് മാത്രം മതി ഈ സിനിമ കാണാൻ പോകാൻ. ഒരു സ്പേസ് ഷിപ്പിൽ അകപ്പെടുന്നു, അവിടെ ഏലിയൻ ജീവികളൊക്കെ വരുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള അറ്റാക്കും കാര്യങ്ങളൊക്കെ. അതെന്തായാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാണാൻ പ്ലാൻ ചെയ്യുന്ന സിനിമയാണ്. അടുത്തൊരു പടം എനിക്ക് തോന്നുന്നു നമ്മൾ കുട്ടികളായിട്ട് പോയി അവർ കൂടുതൽ എൻജോയ് ചെയ്യാൻ സാധ്യതയുള്ള, അതായത് മുതിർന്നവർക്കും കാണാം, പക്ഷേ കുട്ടികൾ കൂടുതൽ എൻജോയ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നിയത് ഹാരോൾഡ് ആൻഡ് ദ പർപ്പിൾ ക്രയോൺ എന്ന് പറയുന്ന സിനിമയാണ്. സംഭവം വളരെ സിമ്പിളാണ്. പർപ്പിൾ കളറിലുള്ള ഒരു ക്രയോൺ ഉണ്ട്. അത് വെച്ചിട്ട് എന്തെങ്കിലും വരച്ച് കഴിഞ്ഞാൽ അത് റിയൽ ആയിട്ട് മാറും. ഇപ്പോൾ ഒരു പ്ലെയിനാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ആ പ്ലെയിൻ അതുപോലെ തന്നെ വരും. ട്രെയിലറിൽ കാണുന്നതെന്ന് വെച്ചാൽ ഒരു കൊച്ചുകുട്ടി കളിക്കുന്ന ഹെലികോപ്റ്ററിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് എനിക്ക് പറക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ഈ പുള്ളി ചെന്ന് നേരെ അതിന് പറക്കാനുള്ള സംഭവമൊക്കെ വരച്ചു കൊടുക്കും. ഉടനെ തന്നെ അത് പറന്നു പോകുന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ ആ പർപ്പിൾ ക്രയോൺ വെച്ച് എന്ത് വരച്ചാലും അത് റിയൽ ആയിട്ട് മാറുന്നു എന്നുള്ളത്. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു ട്രെയിലർ കണ്ടപ്പോൾ. പക്ഷേ അതൊരു സീരിയസ് വാച്ച് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്ന് കുട്ടികൾ എൻജോയ് ചെയ്യാൻ സാധ്യതയുള്ള, അതും ഒരു 6-7 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ എൻജോയ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അടുത്തൊരു പടം, ഇതിൻ്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതെനിക്കൊരു മസ്റ്റ് വാച്ച് പടമാണ് എന്നൊക്കെ തോന്നിയത്. ബ്ലിങ്ക് ട്വൈസ് എന്നാണ് സിനിമയുടെ പേര്. ഞാൻ സിമ്പിളായിട്ട് ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം പറയാം. ഒരു കൊടീശ്വരനായിട്ടുള്ള ആൾ, അദ്ദേഹം 2 പെൺകുട്ടികളെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ദ്വീപിലേക്ക് ക്ഷണിക്കുകയാണ്, ഐലൻഡിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ വന്ന് അപ്പോൾ അവർ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, പുറം ലോകമായിട്ട് ഡിസ്കണക്റ്റഡ് ആയിട്ടാണ്. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ മറന്നു പോവാണ്. ഇവരെന്നാണ് ഇവിടെ വന്നത്, എത്ര കാലമായി ഇവിടെ കഴിയുന്നു, അതുപോലെ സ്വന്തം കൂട്ടുകാരുടെ പേരൊക്കെ മറക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് പെട്ടെന്ന് നമ്മുടെ മമ്മൂക്കയുടെ ചാത്തനും ഇല്ലവും അതൊക്കെയാണ് ഓർമ്മ വന്നത്. അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. അപ്പോൾ അതിൽ ഒരാൾ സ്വന്തം കൂട്ടുകാരിയെ മിസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കൂട്ടുകാരിയെ നല്ല ഓർമ്മയുണ്ട്, അത്ര പെട്ടെന്ന് ഓർമ്മയൊന്നും മാഞ്ഞു പോകില്ല, പക്ഷേ ബാക്കി ആർക്കും ഓർമ്മയില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു കാര്യകാരണങ്ങളൊക്കെ അന്വേഷിച്ച് തുടങ്ങുന്ന ഒരു മിസ്റ്ററി ത്രില്ലർ പരിപാടിയൊക്കെയാണ്. എനിക്കത് വളരെയധികം രസമായിട്ട് തോന്നി. പിന്നെ അതിൻ്റെ വിഷ്വൽസും ആ ഒരു ട്രെയിലർ കട്ടുമൊക്കെ കാണുമ്പോൾ ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ചുരുക്കത്തിൽ പറഞ്ഞാൽ സൂപ്പർ ട്രെയിലർ. ഇനി സിനിമ കാണണം എന്ന ആഗ്രഹമാണ്. അടുത്ത സിനിമ കൊട്ടുകാളി എന്ന് പറയുന്ന സിനിമയാണ്. ഞാൻ പറഞ്ഞു മലയാളത്തിൽ നമുക്ക് പ്രിയപ്പെട്ട അഭിനേത്രിമാരുടെ സിനിമകൾ ഇങ്ങനെ നേർക്ക് നേർന്ന് പറഞ്ഞു വരുന്ന മഞ്ജു വാര്യർ, മീര ജാസ്മിൻ, ഭാവന, ഇതപ്പോൾ അന്നാബെൻ അഭിനയിക്കുന്ന ഈ സിനിമ, ഇത് തമിഴ് സിനിമയാണ്. സൂരി ഇവരോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നുണ്ട്. ശിവകാർത്തികേയൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. PS വിനോദ് രാജ്, അദ്ദേഹത്തിനെ അറിയണമെങ്കിൽ ഈ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ, കൂഴങ്കൽ എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ട് എന്തൊരു ഗംഭീര സിനിമയാണ് എന്ന് ചിന്തിച്ചിട്ടുള്ള ആളുകൾ, അവർക്ക് ഈ സിനിമ വളരെ പ്രതീക്ഷയോടുകൂടി അവർ കാത്തിരിക്കുന്ന ഒരു സിനിമയായിരിക്കും. ഞാനും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, ഇത് കേരളത്തിൽ റിലീസ് ഇല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയെങ്കിലും കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഈ സിനിമയുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് മ്യൂസിക് ഡയറക്ടറില്ല. മ്യൂസിക് വേണ്ട ഈ സിനിമയ്ക്കെന്ന് സംവിധായകൻ തീരുമാനിച്ചതാണ്. സാധാരണ ഒരു പാട്ടെടുത്ത് ആ പാട്ട് വെച്ച് പ്രൊമോട്ട് ചെയ്തിട്ടാണ് പടം ഇറങ്ങിയ 4 പേരെ പലരും അറിയിക്കാറ്. ഇവിടെ അതുപോലും ഇല്ല. അപ്പോൾ അഭിനയ പ്രാധാന്യം വളരെയധികം കൂടുതലായിരിക്കും. കാരണം ഒരു മ്യൂസിക് ഇട്ട് ഇമോഷൻ കൂട്ടാൻ പറ്റില്ലല്ലോ. അവരുടെ പെർഫോമൻസിലും അത് എടുത്തു വെച്ചിരിക്കുന്ന രീതിയിലാണ് ആ ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ആവേണ്ടത്. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് കൊട്ടുകാളി. ഇനി അടുത്ത പടം, 10ാമത്തെ പടം, ഈ ആഴ്ച റിലീസാവുന്ന സിനിമകളിൽ കുറച്ചെങ്കിലും പ്രതീക്ഷയോടെ ഞാൻ കാണാൻ കാത്തിരിക്കുന്ന 10 സിനിമകൾ, അതിൽ വളരെ പ്രതീക്ഷയോടെ കാണാൻ കാത്തിരിക്കുന്ന സിനിമയാണിത്. വാഴ എന്നാണ് സിനിമയുടെ പേര്. ഓൾറെഡി ഒരു വാഴ, അത് മലയാളം വാഴയാണ്, തിയേറ്ററുകളിൽ അത്യാവശ്യം രസമായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സിനിമ 2 വട്ടം കണ്ടു. ആ സിനിമയുടെ ഒരു തമിഴ് പതിപ്പല്ല ഈ സിനിമ. ഈ വാഴയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മാരി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. കർണനും മാമനും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന മാരി സെൽവരാജ്. മലയാളത്തിൽ നിന്ന് നമുക്കറിയാവുന്ന ഒരാൾ പടത്തിലുണ്ട്. നിഖില വിമൽ ഒരു പ്രധാന കഥാപാത്രത്തിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. കലയരസൻ ഒരു പ്രധാന കഥാപാത്രത്തിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സന്തോഷ് നാരായണൻ്റെ മ്യൂസിക്കാണ്. ട്രെയിലർ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അതായത് ഒരു കുട്ടി, അതായത് ഈ വാഴ കർഷകർ എന്നുവെച്ചാൽ തോട്ടം അവരുടെ എല്ലാം തോന്നുന്നു, അവരവിടുത്തെ വെറും പണിക്കാരാണെന്ന് തോന്നുന്നു. അവരുടെ ജീവിതത്തിലൂടെയുള്ള അവരുടെ വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സിനിമയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ട്രെയിലർ കണ്ടപ്പോൾ. ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്സ്,
എന്നാൽ അതേസമയം അതിന് കുറച്ച് കൊമേഴ്ഷ്യൽ എലമെൻറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചേർത്ത് വളരെ രസമായിട്ടാണ് മാരി സെൽവരാജിൻ്റെ സിനിമകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയിലും ഒരുപാട് പെർഫോമൻസിന് സാധ്യതകളുള്ള ക്യാരക്ടേഴ്സിനെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിഖിലൊക്കെ ആണെങ്കിലും വളരെ ഗംഭീരമായ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് തിയേറ്ററിൽ കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണിത്. അപ്പോൾ ഈ 10 സിനിമകളാണ് ഈ ആഴ്ച ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ സാധ്യതയുള്ള സിനിമകൾ. നിങ്ങൾ ഈ ആഴ്ച ഏതൊക്കെ പടങ്ങളാണ് കാണാൻ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ റിലീസിന് വേണ്ടി നിങ്ങൾ അത്രയധികം കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.